ആ സത്യം പറഞ്ഞ ഇവിടെ ഇല്ലാത്തോണ്ട് ഇതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലോ മുത്തശ്ശി. ഈ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ വിട്ട് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിന്നാലോ? ഈ സുകുമാരി മുത്തശ്ശിയുടെ പരാക്രമങ്ങൾ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു നോവലിന് എഴുതികളെ അല്ലേ രാധിക? ഒറ്റ നോവലൊന്നും ഒതുങ്ങില്ല ഏട്ടാ, അത്രയ്ക്കുണ്ട് മുത്തശ്ശി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങള്. സുകുമാരിക്ക് ചെയ്യാവുന്നതൊക്കെ സുകുമാരി ചെയ്യട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പണി അങ്ങ് തിരിച്ചു കിട്ടുമ്പോ പഠിച്ചോളും. അല്ല, ഈ കക്ഷികളിന്റെ ഇപ്പൊ എവിടെ മുത്തശ്ശി? പിന്നെ അകത്തുണ്ടോ അതോ വണ്ടി കയറി വിട്ടോ? അങ്ങനെ വണ്ടി കയറി പോണമെങ്കിലേ സുകുമാരി രണ്ടാമതൊന്ന് ജനിക്കണം. ആ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വന്നിട്ട് രണ്ടുപേരും ഒന്ന് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സുഖമല്ലേ മുത്തശ്ശി? ആ ഉവ്വ്. ഇവര് പറയുന്നത് കേട്ട് നിന്റെ പൊട്ടിച്ചിരി ഞാൻ കേട്ടു. ഇവര് നിന്നെ വിളിച്ചു വരുത്തിയതായിരിക്കും അല്ലേടാ മോനെ? കുടുംബത്തിനൊരു അത്യാവശ്യം വരുമ്പോ വിളിച്ചു വരുത്തിയാലും അതിൽ തെറ്റൊന്നുമില്ലല്ലോ മുത്തശ്ശി. അതെ, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഞങ്ങൾ ഈ കുടുംബം ഒറ്റക്കെട്ട. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ മുത്തശ്ശി കൂടുതൽ തർക്കത്തിനും ബഹളത്തിനും നിൽക്കാതെ ഇവിടെ നിന്ന് ഇവളെയും കൂട്ടി അങ്ങോട്ട് ഇറങ്ങുന്ന നല്ലത്. നീ പേടിപ്പിക്കാതെടാ സൂര്യ. കണിമംഗലം നിനക്ക് വലിയ കുടുംബമായിരിക്കും, സുകുമാരിക്ക് ഒരു ചുക്കുമില്ല. ചെയ്യാൻ തീരുമാനിച്ച് സുകുമാരി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കണിമംഗലത്തുള്ളവരെ സുകുമാരി മുട്ടുകുത്തിച്ചിരിക്കും. തൽക്കാലം മുത്തശ്ശി വീണ് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേക്ക്. എന്നിട്ട് മതി മറ്റുള്ളവരെ മുട്ടുകുത്തിക്കുന്നത്. എത്ര കിട്ടിയാലും മുത്തശ്ശി പഠിക്കില്ല അല്ലേ? അല്ല, സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്താ? എല്ലാവരുടെയും മുമ്പിൽ പ്രിയങ്ക ഒരു സ്ഥാനത്ത് എത്തിക്കാനാണെന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ വേഷം കെട്ടുന്നത്. യഥാർത്ഥത്തിൽ അതാണോ? പ്രിയങ്കയെ ഉപയോഗിച്ച് ഇനിയുള്ള ശിഷ്ടകാലം സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള നിങ്ങളുടെ വൃത്തികെട്ട ആഗ്രഹമല്ലേ ഇതിന്റെയൊക്കെ പുറകില്? അതേടാ, സുകുമാരി മഹാറാണിയായിട്ട് വാഴാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്തിയെടുക്കാൻ സുകുമാരിക്ക് അറിയാം. എല്ലാവരും കൂടി ഒത്തപ്പ വാക്കിന് ബലവും വന്നു, കൽപ്പിക്കാനുള്ള ധൈര്യവും വന്നു. ഒറ്റയ്ക്കാവുമല്ലോ കാണിച്ചു തരാൻ ഞാൻ. സുകുമാരിയെ കണ്ണിലെ നീറ്റിലൊക്കെ പോയല്ലോ അല്ലേ? മുളകുപൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ അടുക്കളയിൽ ഇനിയും ബാക്കി ഇരിപ്പുണ്ട്. ഇപ്പൊ സ്വന്തം ഇഷ്ടത്തിന് സുകുമാരി വാരി തേച്ചതാണല്ലോ. നാളെ ചിലപ്പോ സുകുമാരി ഒന്ന് മേക്കപ്പ് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയാലേ ചിലപ്പോ ചെയ്തു എന്നേ ഇരിക്കും. പേടിപ്പിക്കാതെ മുത്തശ്ശി. എന്റെ മുത്തശ്ശി അങ്ങനെ പേടിക്കൊന്നുമില്ല. കണ്ണെരിഞ്ഞാലും വായെരിഞ്ഞാലും മുത്തശ്ശി പറയാനുള്ളത് എന്തായാലും